ഷബീദ്, ഈ കഴക്കൂട്ടം സ്റ്റേഷനിലെ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നു. കന്യാകുമാരി പോലീസും നമ്മുടെ പോലീസിനെ സഹായിക്കുന്നുണ്ട്. രണ്ടുപേരും സംയുക്തമായിട്ടാണ് തിരച്ചിൽ നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴക്കൂട്ടം പോലീസിന് എന്തെങ്കിലും ഒരു ലീഡ് ലഭിച്ചോ? കാരണം ഈ കുട്ടി രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കടൽ തീരത്തിലേക്ക് പോയി എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. SK ഇതുവരെയും അത് സ്ഥിരീകരിക്കുന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ വീണ്ടും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്നുള്ള SI ഈ റെയിൽവേ പോലീസിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് CCTV ദൃശ്യങ്ങളുണ്ട്. കാണുന്ന ഭാഗത്തൊക്കെ CCTV ദൃശ്യങ്ങളുണ്ട്. മനീഷ ആ ഭാഗത്തൊക്കെ CCTV ഉണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ഇറങ്ങി ഇങ്ങനെ എൻ്റർ ചെയ്ത് വന്നാൽ പോലും ഒരു പക്ഷേ നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ ആ കുട്ടി പെടും. പക്ഷേ ഇതുവരെ നടത്തിയ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല. 5 മണിക്ക് ശേഷം വീണ്ടും പരിശോധന നടത്തണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ പോലീസ് കരുതുന്ന, അല്ലെങ്കിൽ കഴക്കൂട്ടം പോലീസ് ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം. ഓഫ് റെക്കോർഡിൽ കഴക്കൂട്ടം SI സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ അസംഷൻസ് മാത്രമാണ്, നമ്മളെ സംബന്ധിച്ച് വേണ്ടത് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഫർദർ റെക്കോർഡ്സുകളടക്കമുള്ള കാര്യങ്ങൾ, അത് CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി SK ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് തമിഴ്നാട് പോലീസിൻ്റെ ഒരു സംഘം ഇപ്പോൾ അവരുടെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ആ സ്റ്റേഷനിലാണ് ഈ കുട്ടിയെ കണ്ടു എന്ന് മൊഴി നൽകിയ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉള്ളത്. അദ്ദേഹത്തെ വീണ്ടും വിശദമായി കുട്ടിയെ കാണിച്ച് കേരള പോലീസ് ഇപ്പോൾ കൈമാറിയിരിക്കുന്ന ചില ഫോട്ടോസ് അടക്കമുള്ള കാര്യങ്ങൾ അത് കാണിച്ചുകൊണ്ടായിരിക്കും ഇനി ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുക. അത് കാണുന്ന ഓഫീസിനുള്ളിലാണ് CCTV റെക്കോർഡിങ്സ് ഉള്ളത്. അത് പരിശോധിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള, കഴക്കൂട്ടത്തിൽ നിന്നുള്ള സംഘം. എത്രയും വേഗം അതിനകത്തൊരു ലീഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അവർ അന്വേഷണം കൊണ്ടുപോവുക. അതല്ലെങ്കിൽ നമുക്കറിയാം ഈ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ സ്റ്റേഷന് പുറത്ത് ആ കുട്ടിയെ കണ്ടു എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബീച്ച് സൈഡ്, ടെമ്പിൾ സൈഡ് അടക്കമുള്ള സ്ഥലങ്ങൾ അവിടെ അടക്കം പരിശോധന നടത്താനാണ് കേരള പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിൽ നടത്തി കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് കേരള പോലീസ് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 5 പേരാണെങ്കിലും 5 പേരടങ്ങുന്ന 5 പേർ പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണം അതാണ് അവർ ഇപ്പോൾ നടത്തി വരുന്നത്. മാത്രവുമല്ല ഇതിൽ CCTV ദൃശ്യങ്ങൾ, ഇപ്പോൾ പരിശോധിക്കുന്ന CCTV ദൃശ്യങ്ങൾ നിർണായകമാകും. കാരണം ഈ CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും കേരള പോലീസിൻ്റെ തുടർ മൂവ് ഇനി എങ്ങനെയെന്നുള്ള കാര്യം അറിയുക. ഇപ്പോൾ കഴക്കൂട്ടം SI നമ്മൾ കണ്ടു, അദ്ദേഹം വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. വിവരങ്ങൾ അപ്പോൾ DCP അടക്കം അറിയിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച ഒരു വൈറ്റൽ മൊമെൻറ്റിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് CCTV റൂം എന്ന് എഴുതിയതടക്കം ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ ആ ചുവരിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് CCTV റൂം എന്നുള്ളത്. അത് ഈ റെയിൽവേ പോലീസിൻ്റെ CCTV റൂമാണിത്. ഇവിടെ ഈ വിശദമായി ഇവിടെയുള്ള 4-5 ക്യാമറകളുണ്ട്. ഈ ക്യാമറകളുടെ റെക്കോർഡിങ്സുകൾ എടുക്കുക. ആ റെക്കോർഡിങ്സുകളിൽ ഇന്നലെ ഉച്ച മുതൽ, അതായത് കേരള പോലീസ് ആവശ്യപ്പെടുക ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇന്ന് 6 മണി 7 മണി വരെയുള്ള സമയത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ശ്രമകരമായ ദൗത്യം കൂടിയാണ്. കാരണം ഈ കന്യാകുമാരി ഒരു സാമാന്യം തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനും ഒരു വലിയ റെയിൽവേ സ്റ്റേഷനുമാണ്. ഇവിടേക്ക് നിരവധി ആളുകൾ വന്നിറങ്ങി പോകാറുണ്ട്, ടൂറിസ്റ്റുകളടക്കം വന്നിറങ്ങി പോകാറുണ്ട്. അവർക്കിടയിൽ നിന്ന് നമ്മുടെ 13 വയസ്സുകാരിയായ കുഞ്ഞിനെ കണ്ടെത്തുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ്. പക്ഷേ ആ ടാസ്ക് അല്പസമയത്തിനുള്ളിൽ കേരള പോലീസ് ആരംഭിക്കും. അതേസമയം സമാന്തരമായി ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംഘത്തിലെ മറ്റംഗങ്ങൾ ചേർന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്തും. തമിഴ്നാട് പോലീസിൻ്റെ ടീം അവരുടെ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി വീണ്ടും ശേഖരിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു പക്ഷേ ഈ കുട്ടി നടന്നു പോയിട്ട് അദ്ദേഹം കണ്ട വഴികളിൽ കൂടി വീണ്ടും തമിഴ്നാട് പോലീസ് ഒരിക്കൽ കൂടി പോയിട്ട് ആ ഭാഗങ്ങളിലൊക്കെ അന്വേഷണം നടത്തും. ഇവിടുന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ദൂരമുണ്ട് ബീച്ചിലേക്കെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തെ കടകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട്, അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും തമിഴ്നാട് പോലീസിൻ്റെ ക്യാമറകൾ കേന്ദ്രീകരിച്ചു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള CCTV ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ അവിടെയുണ്ട് എന്നുള്ള കാര്യം അത് ഉറപ്പാണ്. ഷോപ്പുകളിൽ ക്യാമറയുണ്ട്, അതിനപ്പുറത്തേക്ക് പോലീസിന് തന്നെ സർവെയിലൻസ് ക്യാമറകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം നമുക്ക് അവിടെ നിന്ന് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയും. ഏതായാലും അത്തരം നീക്കങ്ങൾ, അത്തരം ശ്രമങ്ങൾ അത് തുടരുകയാണ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കഴക്കൂട്ടത്ത് നിന്ന് എത്തിയ 5 അംഗ പോലീസ് സംഘം ആ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊരു വനിതാ പോലീസുമുണ്ട്. അവരടക്കം പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിന് ചുറ്റുപാട് ഈ കാണുന്ന വഴിയൊക്കെ ആ ബീച്ച് സൈഡിലേക്കൊക്കെ പോകുന്ന ഭാഗങ്ങളാണ്. അവിടെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും പ്ലാറ്റ്ഫോമുകളിലോ നിർത്തിയിട്ടിരുന്ന ട്രെയിനുകളിലോ കുട്ടിയില്ല
എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ തമിഴ്നാട് റെയിൽവേ പോലീസ് ഉറപ്പിച്ചതാണ്. പക്ഷേ കേരള പോലീസ് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി വീണ്ടും വന്നൊരിക്കൽ കൂടി ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് അത് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അന്വേഷണം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിരിക്കാം. ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ്, നിരവധി ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി പരിശോധിക്കുക അത് ശ്രമകരമായ ഒരു ടാസ്ക് ആണെങ്കിൽ കൂടി അത് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള പോലീസ് ലക്ഷ്യം വെക്കുന്ന കാര്യം. രണ്ടാമത്തെ സംഘം തിരിച്ചിട്ടുണ്ടായിരുന്നു, അവർ കൂടി കന്യാകുമാരിയിലായിരിക്കും ജോയിൻ ചെയ്യുക. റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ തസ്മിത് തംസ് എന്ന പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കന്യാകുമാരിയിൽ തുടരുകയാണ്. നമ്മുടെ പോലീസ് സംഘം കന്യാകുമാരി ജില്ലയിലെ പോലീസ് സംഘവുമായി യോജിച്ചാണ് അന്വേഷണം നടന്നത്. ഇപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. നമുക്ക് മാസങ്ങൾക്ക് മാത്രം മുൻപാണ് നമുക്ക് ഓർമ്മയുണ്ട് ഇതുപോലെ പുലരി വാർത്ത രാത്രി ഓയൂരിൽ ഒരു പെൺകുട്ടിയായിരുന്നു ഒന്ന് കാണാതായത്. പെൺകുഞ്ഞായിരുന്നു. ഒരു സാഹചര്യം ഏതാണ്ട് തികച്ചും വ്യത്യസ്തമാണ് എന്ന് ഉറപ്പായും പറയാം. അന്ന് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ കുട്ടി വീട്ടിൽ നിന്ന് അമ്മയോട് ചെറിയ പിണക്കത്തിൽ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് ഏറ്റവും നിർണായകമായി ഈ കുട്ടി ഈ തസ്മിത് തംസ് തന്നെയാണ് എന്ന് അച്ഛൻ കണ്ടത് തിരിച്ചറിഞ്ഞതാണ്. ബബിത എന്ന നമ്മുടെ 24 വാർത്ത കണ്ട ഒരു പെൺകുട്ടി പോലീസിനെ അറിയിച്ച ദൃശ്യങ്ങൾ കൂടിയാണിത്. ഇതാണ് ഈ അന്വേഷണത്തിൽ ഈ സമയത്ത് ഏറ്റവും നിർണായകമായത്. കന്യാകുമാരി ഈ ഭാഗത്ത് തന്നെ ഉണ്ട് ഈ കുട്ടി എന്ന് തിരിച്ചറിയാൻ സഹായമാവുന്ന ഈ പറയുന്ന ബബിത പകർത്തിയ ആ ദൃശ്യങ്ങൾ തന്നെയാണ്. അതിന് കേന്ദ്രീകരിച്ച് പോലീസ് അവിടെ അന്വേഷണം നടത്തുകയാണ്. അങ്ങോട്ടേക്ക് എത്തിയാൽ ഉടനെ കണ്ടെത്തുമെന്നുള്ളത് നമ്മുടെയൊക്കെ പ്രതീക്ഷ. പക്ഷേ അത്തരത്തിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തമിഴ്നാട് പോലീസ് അടക്കം അവിടെ പല മേഖലകൾ കേന്ദ്രീകരിച്ച് ഓട്ടോക്കാരോടും കടക്കാരോടും ഒക്കെ കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട്. വ്യാപകമായ അന്വേഷണം രാവിലെ മുതൽ തന്നെ ഇന്നലെ കാണാതായ പരാതി കിട്ടിയ ആ സമയത്ത് തന്നെ കേരള പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട്. വളരെ വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് റിസൾട്ടിലെ കാര്യങ്ങൾ എത്തുന്നില്ല. അധികം വൈകില്ല. നമ്മൾ ഒയ്യൂരിലെ കുഞ്ഞിനെ പോലെ അത്രത്തോളം സങ്കീർണമാവില്ല കാര്യങ്ങൾ എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഈ കുട്ടിയുടെ ഈ 13 വയസ്സുകാരിയുടെ പക്കൽ 40 രൂപ മാത്രമാണ്, 50 രൂപ അടങ്ങിയ ഒരു ബാഗ് മാത്രമാണ് കയ്യിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കയ്യിൽ അധികം പൈസയില്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല, രാത്രി എവിടെ കിടന്ന് ഉറങ്ങിയെന്നറിയില്ല. അപ്പോൾ ഏതെങ്കിലും ട്രെയിനിൻ്റെ ബോഗികൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ് സംശയം. ഇന്നലെയാണ് ഇതിന് 10 മണിക്ക് രണ്ട് കുട്ടികളാണ്. അപ്പോൾ 2 കുട്ടികൾ തമ്മിൽ എന്തോ വഴക്കൊക്കെ ഉണ്ടാകും. സ്വാഭാവിക വീടുകളിൽ ഉണ്ടാകുന്ന വഴക്കൊക്കെയാണ്. ആ വഴക്കിൻ്റെ ഭാഗമായി അമ്മ ഇരുവരെയും ശകാരിക്കുന്നു. ചെറുതായി ഇപ്പോൾ വീട്ടിൽ അമ്മമാരൊക്കെ അടിക്കില്ല, അതുപോലെ ചെറുതായി അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ ജോലിക്ക് പോകുന്നു. അപ്പോഴേക്കും 13 വയസ്സുകാരി കുട്ടി മൂത്ത കുട്ടി ബാഗൊക്കെ എടുത്ത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ വീട് വിട്ടിറങ്ങുകയാണെങ്കിൽ ചെയ്തുകൂടാത്തതാണ്. കുട്ടികൾ അങ്ങനെ ആക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ വീട് വിട്ടിറങ്ങിയ കുട്ടി പെട്ടെന്ന് എങ്ങോട്ടേക്ക് അപ്രത്യക്ഷമായി എന്ന ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. കേരള പോലീസ് അപ്പോൾ തന്നെ ആക്ട് ചെയ്യുന്നു. ഈ അരുണ എക്സ്പ്രസിൽ പാലക്കാട് ഒലവക്കാടേക്ക് എത്തി എന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് വളരെ പെട്ടെന്ന് അന്വേഷണം നടന്നു. ട്രെയിനിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം പിടിച്ചിട്ടുള്ള പരിശോധന നമ്മൾ അവിടെ പാലക്കാട് രാത്രി കണ്ടു. അത് കഴിഞ്ഞ് പെൺകുട്ടി കന്യാകുമാരിയിലേക്ക് കടന്നു. അപ്പോൾ അത് കൃത്യമായി രാവിലെ 3 മണിക്ക് വാർത്ത കാണുകയായിരുന്ന ബബിത എന്ന ഈ പെൺകുട്ടിയുടെ കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ മേഖലയിലേക്ക് അന്വേഷണം പോകുന്നത്. ഇപ്പോൾ അവിടെ കേരള പോലീസ് സംഘം അവിടെയുണ്ട്. തമിഴ്നാട് പോലീസിൻ്റെ ഒക്കെ അന്വേഷണത്തിൽ വളരെ വിപുലമായ അന്വേഷണം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും റെയിൽവേ സ്റ്റേഷൻ അകത്തല്ല, റെയിൽവേ സ്റ്റേഷൻ പുറത്ത് കണ്ടു എന്നത് ഓട്ടോക്കാർ പറഞ്ഞു എന്നുള്ളതാണ് കിട്ടുന്ന മൊഴി. അപ്പോൾ ഓട്ടോക്കാരിൽ നടക്കം കടക്കാരിൽ നടക്കം ഈ CCTV ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ട 2 പ്രായമായ ചേട്ടന്മാരുടെ ആരായുന്ന പോലീസ് സ്റ്റേഷനുകൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന മനുഷ്യന്മാരോടൊക്കെ പരമാവധി ഈ സമയം ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറാണ് ഗോൾഡൻ അവേഴ്സ് എന്ന് കൃത്യമായി പറയാം. പക്ഷേ ആ ഗോൾഡൻ അവേഴ്സ് നമുക്ക് നഷ്ടമായി. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ട പെൺകുട്ടിയുടെ കാര്യം ഇത് പരാതിയിലേക്ക് എത്താൻ തന്നെ ഒരുപാട് വൈകി. പോലീസിന് ഗോൾഡൻ അവേഴ്സ് നഷ്ടമായെങ്കിൽ കൂടിയും ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ കേരള പോലീസ് ആക്ട് ചെയ്യുന്ന ഓയൂര് കണ്ടതുപോലെ വളരെ ഊർജിതമായി വളരെ വ്യാപകമായി പോലീസിൻ്റെ സർവ്വ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആക്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ആ പരിശോധന തുടർന്നു. പോലീസിന് എത്താൻ കഴിയാവുന്ന ഇടങ്ങളിലൊക്കെ ആ സമയത്ത് ചോദിക്കാൻ കഴിയുന്ന മനുഷ്യരോടൊക്കെ ചോദിച്ചുകൊണ്ട് പോലീസ് കൃത്യമായി ആക്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുന്നു. ഇന്ന് രാവിലെ 5:30ക്കാണ് കുട്ടിയെ ഈ പറയുന്ന മേഖലയിൽ കണ്ടത്. അപ്പോൾ ഇവിടെ എവിടെയോ കുട്ടി ഉണ്ട്, കുട്ടി അധിക ദൂരത്തേക്കൊന്നും പോയിട്ടില്ല എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല കുട്ടിയുടെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ലാത്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ അത് കാരണം അധിക ദൂരത്തേക്ക് എന്തായാലും പോയിട്ടില്ല. പക്ഷേ അപ്പോഴും ഈ കുട്ടി എവിടെയാണ് എന്നുള്ള സംശയം അവിടെയുണ്ട്. ഇവിടെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. തമിഴ്നാട് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ വളരെ വിപുലമായി തന്നെ വളരെ വിപുലമായി കാടടച്ചതിന് അന്വേഷണം നടത്തുകയാണ്. ആ കുട്ടിയെ കണ്ടെത്തിയേ മതിയാകും. 13 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെറിയ പണക്കത്തിൽ ഇറങ്ങി പോയതാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, ആ പ്രായമാണ്. നമുക്ക് ആ പരിഗണന കൂടി കൊടുക്കണം.
അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. ഈ കുട്ടി ഇത്രയും മണിക്കൂറായിട്ടും എവിടെ പോയി എന്ന ചോദ്യം ചെറിയൊരു ആശങ്ക പോലെ നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്ന സമയമാണ്. കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആഷ്മി, എന്തായാലും 2 സംഘങ്ങളായി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഒരു സംഘമാണ് ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും അന്വേഷിക്കുന്നത്. കുട്ടി കന്യാകുമാരി തീരത്തേക്ക് പോയി എന്നാണ് അല്പം മുമ്പ് കന്യാകുമാരി പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഈ വെളുപ്പിന് ഈ കുട്ടിയെ ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ചിട്ട് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്ത് വെച്ചിട്ട് കണ്ടതായി മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട്. കന്യാകുമാരി പോലീസും വളരെ സജീവമായി ഈ രംഗത്തുണ്ട്. കാശ്മി, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എത്രയും പെട്ടെന്ന് സന്തോഷകരമായ വാർത്ത നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയും. ഏതാണ്ട് 22 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഈ കുട്ടിയെ കാണാതായിട്ട്. തസ്മിത് തംസ് കഴക്കൂട്ടത്തു നിന്നാണ് കാണാതായത്. ചെറിയൊരു കാര്യത്തിന് അമ്മ തല്ലി എന്നതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങിയ കുട്ടിയാണ്. എന്തായാലും ആ ഒരു വാർത്ത നമ്മളെ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഷെഫീദ് റാവുത്തറുള്ളത്. ഈ പോലീസ് സംഘം അന്വേഷണവും തെരച്ചിലും നടന്ന പോലീസ് സംഘത്തിനൊപ്പം തന്നെ നമ്മുടെ പ്രതിനിധിയുണ്ട്. നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 2 വാർത്താ സംഘം ഇപ്പോൾ അവിടെ കന്യാകുമാരി ജില്ലയിലുണ്ട്. വ്യാപകമായ തിരച്ചിലാണ്. വളരെ വേഗത്തിൽ നടത്തുന്ന അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ആഷ്മി, നമുക്ക് എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട് ആഷ്മി ഈ കാര്യം. ഉറപ്പായും നമ്മൾ ഓയൂരും സമാനമായ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ചില പ്രേക്ഷകർ ഒറ്റപ്പെട്ടതാണെങ്കിൽ കൂടി ചില പ്രേക്ഷകർ ചോദിക്കുന്നു, നിനക്കൊന്നും വേറെ പണിയില്ലടാ മാപ്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഒരു പെൺകുട്ടി കാണാതായി. നമ്മുടെ നാട്ടിൽ അത് മലയാളിയാണോ അല്ലയോ എന്നുള്ളത് പ്രസക്തിയുള്ള കാര്യമല്ല. ആ കുഞ്ഞിന് 13 വയസ്സ് മാത്രമാണ് പ്രായം. വീട്ടിൽ നിന്ന് ചെറിയ പിണക്കത്തിൽ എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ ആർക്കും സംഭവിച്ചേക്കാവുന്ന ഒരു പിഴവ് എന്നുള്ള നിലയ്ക്ക് വീട്ടിൽ നിന്ന് ചെറിയ പിണക്കത്തിൽ അപ്പോഴത്തെ ഒരു വാശിക്ക് കയ്യിൽ കിട്ടി തുണിയൊക്കെ ഒരു ബാഗിലാക്കി ഇറങ്ങി പുറപ്പെട്ടു പോയതാണ്. 40 ഇതിനിടയിലെ ഒരു പ്രേക്ഷകന് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത്, ഇത് നിങ്ങളിങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് പെൺകുട്ടികൾക്കും ഇത് പ്രേരണയാകില്ല, മറ്റു കുട്ടികൾക്ക് പ്രേരണയാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രമം. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊല്ലാപ്പിൽ പോയി പെട്ടുകഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അപകടമെന്ന് ആളുകൾക്ക് തിരിച്ചറിയണം. കാരണം ഇത് പലപ്പോഴും ആഷ്മി ഇങ്ങനെ കേരളത്തിൽ ചിലപ്പോഴെങ്കിലും ഒറ്റപ്പെട്ട കാര്യമാണെങ്കിൽ പോലും സംഭവിക്കുന്നു. ഉറപ്പായും എസ്കേൻ, അത് തന്നെയാണ് ആശങ്കാജനകമായ കാര്യം. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ കൂടിയും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉറപ്പായും ഇത് കാണുന്നവർ അവരുടെ കുട്ടികളൊക്കെ ഇത് മാതൃകയാക്കാൻ കഴിയുന്നതേ ഒന്നല്ല എന്ന് പറയുമ്പോൾ പോലും ആ കുട്ടി എവിടെയാണ് എന്ന ചോദ്യമുണ്ട്. ആ കുട്ടിയെ കണ്ടതിന് ശേഷം നമുക്ക് ഉറപ്പായും ചോദിക്കേണ്ടതുണ്ട്, കുഞ്ഞെ നീ അമ്മയോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയത് ശരിയാണോ, എന്തെങ്കിലും പറ്റിയ എന്താണ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് ആ കുഞ്ഞിനെ കണ്ടതിന് ശേഷമാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ആ കുഞ്ഞിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്നലെ രാത്രി മുഴുവൻ ഇടവേളയില്ലാതെ പ്രേക്ഷകരോട് ഈ വാർത്ത പറയുന്നുണ്ട്. അതിന് കാരണം ഉത്തമ ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സൗദ്ദേശത്തിൽ ആ കുട്ടിയെ കണ്ടെത്തുക എന്നത് മാത്രമാണ് നമ്മുടെ ഈ സമയത്ത് ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിന് കേരള പോലീസിനൊപ്പം നമ്മൾ പൂർണ്ണമായി സഹകരിച്ച് നിൽക്കുന്നു. കേരള പോലീസ് സംഘം രാത്രി മുഴുവൻ ഓട്ടത്തിലാണ് നമ്മൾ കണ്ടു. കേരള പോലീസിൻ്റെ ഉറപ്പായും ആ കുട്ടിയെ കണ്ടെത്തുന്ന സമയം കേരള പോലീസിന് ഒരു അഭിവാദ്യം നമ്മൾ ഉറപ്പായും കൊടുക്കണം. കാര്യം കേരള പോലീസ് സംഘം അത്രത്തോളം കഠിനാധ്വാനം ഇന്നലെ വൈകുന്നേരം മുതൽ ഈ തിരോധാനത്തിൻ്റെ ഈ മിസ്സിംഗ് കേസ് കയ്യിൽ കിട്ടുമ്പോൾ മുതൽ അത്രത്തോളം വലിയ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. രാത്രി മുഴുവൻ സഞ്ചരിച്ചാണ് കേരള പോലീസ് സംഘം എന്ന് പറഞ്ഞാൽ ഈ വിവരം കിട്ടിയ ആ നിമിഷം കേരള പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട്. കന്യാകുമാരിയിലേക്ക് എത്തി. കന്യാകുമാരിയിൽ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന തീവണ്ടി ബോഗികൾ കേന്ദ്രീകരിച്ച് കുട്ടി അതിനുള്ളിൽ കൊല്ലം കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന പരിശോധനയിൽ നടക്കുകയാണ്. കേരള പോലീസിൻ്റെ വലിയൊരു സംഘം അവിടെയുണ്ട്. ചിലപ്പം അടുത്ത സംഘം കൂടി അങ്ങോട്ടേക്ക് എത്തിയേക്കും എന്നും കേൾക്കുന്നുണ്ട്. ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് പുറത്ത് കുട്ടിയെ കണ്ടു എന്നുള്ളതാണ് പോലീസിന് കിട്ടിയിരുന്ന സ്ഥിരീകരണം. അത് ഓട്ടോക്കാർ നൽകിയ മൊഴിയാണ്. അപ്പോൾ ഓട്ടോക്കാരോട് തന്നെ കൃത്യമായി ചോദിച്ച് ഫോട്ടോ കണ്ട് ഈ കുട്ടി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസ്. പക്ഷേ അപ്പോഴും ആ കുട്ടിയെ എവിടെ കണ്ടു എന്നറിയാൻ കഴിയുന്നില്ല. 5:30 അല്ലെങ്കിൽ 6 മണി സമയത്തൊക്കെ കുട്ടി അവിടെ കണ്ടെങ്കിൽ പിന്നീട് ഈ സമയം അത്രയും കുട്ടിയെ കാണുന്നില്ല എന്നുള്ളത് നേരിയ ഒരാശങ്ക. നമുക്ക് ആ കുട്ടിയുടെ ഫുൾ ഫ്രെയിം ഒന്ന് കാണിച്ചു കൊടുക്കാം. കാരണം ആരെങ്കിലും കന്യാകുമാരിയിൽ പ്രത്യേകിച്ച് ഒരുപാട് മലയാളികൾ 4 ലക്ഷത്തിലധികം മലയാളികൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് ഈ കന്യാകുമാരി ജില്ല. അതുകൊണ്ട് തന്നെ ആ ജില്ലയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ കുട്ടിയെ കണ്ടെത്താൻ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ കഴിയുമെങ്കിൽ ഈ ചിത്രം നിങ്ങൾ ഒന്ന് നോക്കുക. കാണുകയാണെങ്കിൽ ഈ കുട്ടിയുടെ വിവരം പോലീസിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അറിയിക്കണം. പോലീസിനെ അറിയിക്കാനുള്ള ഒരു നമ്പറുണ്ട്. ആ നമ്പർ കൂടി നമ്മളിപ്പോൾ പ്രസിദ്ധപ്പെടുത്താം. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതാണ്ട് നിങ്ങൾക്കറിയുന്ന പോലെ 22 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. വെറും 50 രൂപയ്ക്ക് താഴെ മാത്രമേ ഈ കുട്ടിയുടെ പേഴ്സിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ ചിത്രം പകർത്തിയ ബബിത അല്പം മുമ്പ് എന്നോട് പറഞ്ഞത് ഈ കുട്ടി നിർത്താതെ കരയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സംശയം തോന്നി ഞാൻ പടമെടുത്തതെന്നാണ്. ആഷ്മി, കേരള പോലീസ് സംഘം ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. റെയിൽവേ സ്റ്റേഷന് പുറത്ത് തെരച്ചിൽ നടത്തും. ഇപ്പോൾ അതിനകത്ത് അവിടെ നിർത്തിയിരിക്കുന്ന സകല തീവണ്ടികളും ഏതാണ്ട് ഓൾമോസ്റ്റ് പരിശോധന നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള തീവണ്ടികളിൽ ഏതെങ്കിലും ഈ കുഞ്ഞു കിടന്ന് ഉറങ്ങുന്നുണ്ടോ,
എന്നൊക്കെയുള്ള ആശങ്കപ്പുറത്താണ് അല്ലെങ്കിൽ എന്നൊക്കെയുള്ള സംശയപ്പുറത്തായിരുന്നു പരിശോധന. പക്ഷേ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കന്യാകുമാരിയിൽ തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനിലും പരിശോധനയുണ്ട്. കുട്ടി തിരിച്ച് തമ്പാനൂരിലേക്ക് വരാനുള്ള സാധ്യത പരിഗണിച്ചാണ് പരിശോധന എന്നുകൂടി കേൾക്കുന്നത്.